ആത്മാവിൻ്റെ രക്ഷ. എ സ്റ്റോറി ഫ്രം ബുദ്ധ. ആൻ എൻലൈറ്റനിങ് സ്റ്റോറി അബൌട്ട് ദ വിസ്ഡം ഓഫ് ബുദ്ധ. പണ്ടൊരിക്കൽ ബുദ്ധൻ്റെ ജീവിതകാലത്ത് ഉണ്ടായ ഒരു സംഭവകഥയാണ്. ബുദ്ധൻ്റെ ആശ്രമത്തിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വയോവൃദ്ധനായ ആനന്ദ് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകനായ പ്രസാദ് ചന്ദ്ര ചിന്തിച്ചു, തൻ്റെ പിതാവിന് വേണ്ടിയുള്ള ശേഷക്രിയകൾ ഏറ്റവും കുറ്റമറ്റതാക്കി നിർവഹിച്ച് തൻ്റെ പിതാവിൻ്റെ ആത്മാവിന് മോക്ഷം നേടിക്കൊടുക്കണം. നാട്ടിലുള്ള സാധാരണ പൂജാരികളെ കൊണ്ടൊന്നും അതിനാവില്ല എന്ന് പ്രസാദ് ചന്ദ്രന് അറിയാമായിരുന്നു. അതിനാൽ അവൻ നേരെ ബുദ്ധൻ്റെ സന്നിധാനത്തിലെത്തി തൻ്റെ ആവശ്യം ഉന്നയിച്ചു. തൻ്റെ പിതാവിൻ്റെ ആത്മാവിന് നേരിട്ട് സ്വർഗപ്രാപ്തി നേടിക്കൊടുക്കുവാൻ വേണ്ട കർമ്മങ്ങൾ നടത്തിത്തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. ബുദ്ധൻ പ്രസാദചന്ദ്രനോട് പറഞ്ഞു, നീ ചന്തയിൽ പോയി 2 മൺകുടങ്ങൾ വാങ്ങി, ഒന്നിൽ നറുനെയ്യും രണ്ടാമത്തേതിൽ ചെറു കല്ലുകളും നിറച്ച് അവയുടെ വായു കടക്കാത്ത വിധത്തിൽ അടച്ചു കൊണ്ടുവരിക. പ്രസാദിന് സന്തോഷമായി. അവൻ വേഗം പോയി ബുദ്ധൻ ആവശ്യപ്പെട്ടതുപോലെ കുടങ്ങൾ വാങ്ങി വന്നു. കുടങ്ങളുമായി തിരിച്ചെത്തിയ പ്രസാദ് ചന്ദ്രനോട് കുടങ്ങൾ 2 ആശ്രമത്തിന് അടുത്തുള്ള കുളത്തിലെ വെള്ളത്തിൽ സമർപ്പിക്കുവാൻ ബുദ്ധൻ ആവശ്യപ്പെട്ടു. വെള്ളത്തിലേക്ക് ഇട്ടതേ കുടങ്ങൾ 2 വെള്ളത്തിന് അടിയിലേക്ക് ആണ്ടുപോയി. കുളത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന 2 കുടങ്ങളും നീളമുള്ള ഒരു വടി ഉപയോഗിച്ച് പൊട്ടിക്കുവാൻ ബുദ്ധൻ പ്രസാദ് ചന്ദ്രനോട് ആവശ്യപ്പെട്ടു. അവൻ അതുപോലെ ചെയ്തു. ആദ്യത്തെ കുടത്തിലെ കല്ലുകൾ കുളത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ കിടന്നപ്പോൾ നറുനെയ്യ് ജലത്തിൻ്റെ മുകളിലേക്ക് ഉയർന്ന് ജലപ്പരപ്പിലേക്ക് പടർന്നു. ബുദ്ധൻ പ്രസാദ് ചന്ദ്രനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കൂ, കല്ലുകളെ ജലപ്പരപ്പിലേക്ക് ഉയർന്നു വരൂ, നറുനെയ്യെ ജലത്തിന് അടിയിലേക്ക് താഴ്ന്നു പോകൂ. പ്രസാദ് ചന്ദ്രൻ പറഞ്ഞു, ഗുരുവേ, അത് സാധ്യമല്ല. അത് പ്രകൃതി നിയമങ്ങൾക്ക് എതിരാണ്. കല്ല് ജലത്തേക്കാൾ ഭാരമേറിയത് ആയതിനാൽ ജലത്തിനു മുകളിൽ കിടക്കില്ല. അതുപോലെ വെണ്ണയ്ക്ക് ജലത്തേക്കാൾ ഭാരം കുറവായതിനാൽ അതിന് മുകളിൽ പൊന്തിക്കിടക്കുവാനേ ആവൂ. ബുദ്ധൻ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നിന്റെ പിതാവിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയും. അയാൾ തൻ്റെ ജീവിതകാലത്ത് കല്ലുകൾ പോലെ ഭാരമേറിയ ദുഷ്കർമ്മങ്ങളാണ് ചെയ്തിരുന്നതെങ്കിൽ അവൻ്റെ ആത്മാവിനെ മുകളിലേക്ക് ഉയർത്തുവാൻ ആർക്കും ആവില്ല. അതുപോലെ തന്നെ അവൻ്റെ നന്മ പ്രവർത്തികൾ നറുനെയ്യ് പോലെയാണ്. അതിനെ ചവിട്ടിത്താഴ്ത്തുവാനും ആർക്കുമാവില്ല. നമ്മുടെ പ്രവർത്തികളുടെ ഉത്തരവാദികൾ നാം തന്നെയാണ്. ബാഹ്യശക്തികൾക്കൊന്നും നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയും.